ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പപ്പായ അച്ചാറാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പപ്പായ ആൻഡ് പച്ചമുളക് വേണം. അതുപോലെ കടുക്, ഉലുവ, നല്ലെണ്ണ, വിനാഗിരി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചുവന്ന മുളക് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളക്കിട്ടതെന്ന് കേട്ടോ ഞങ്ങൾ വീട്ടിൽ പറയാറ്. ഇനി നമ്മളൊരു പപ്പായ എടുത്ത് നന്നായിട്ടത് കൊത്തി അതിൻ്റെ ചൊന പുറത്തേക്ക് വരും. കത്തി വെച്ചിട്ട് ഇങ്ങനെ കൊത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചൊന പുറത്തേക്ക് വരും. ആ വരുന്ന ചൊന നല്ലോണം കഴുകിയെടുക്കണം. അതങ്ങനെ ഒട്ടും ചൊനയില്ലാന്ന് നമ്മളത് ഉറപ്പ് വരുത്തണം. അതിനുശേഷം അതിൻ്റെ സ്കിന്നെല്ലാം ചെത്തിക്കളഞ്ഞ്, തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് പപ്പായ കഷ്ണങ്ങളാക്കി അതിനകത്തുള്ള കുരുവും അതുപോലെ നാരും അതൊക്കെ മാറ്റിക്കളയാം കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇതിന് കപ്ലങ്ങ എന്ന് പറയും, ഓമയ്ക്ക എന്ന് പറയും. ഞങ്ങൾ പൊതുവെ കപ്ലങ്ങ എന്ന് പറയും, പപ്പായ എന്ന് പറയും, കറുമൂസ് എന്ന് പറയും. അപ്പോൾ അത് നോക്കിയിട്ട് എന്താണ് നിങ്ങൾ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാം. ശരി. അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. നൈസായിട്ടാണ് അമ്മ എപ്പോഴും അരിഞ്ഞെടുക്കുക കേട്ടോ. ഇത് ഭയങ്കര പോപ്പുലറായിരുന്നു ഞാൻ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത്. അതുപോലെ തന്നെ എൻ്റെ മകൾ പഠിക്കുന്ന സമയത്ത് അവളുടെ ഹോസ്റ്റലിൽ ഇത് ഭയങ്കര പോപ്പുലറായിരുന്നു, ഫ്രണ്ട്സിനിടയ്ക്ക് കോളേജിലൊക്കെ. അപ്പോൾ ഇതെന്നിട്ട് അരിഞ്ഞ പപ്പായയിൽ കുറച്ച് ഉപ്പിട്ട് നല്ലോണം തിരുമ്മി വെക്കും കേട്ടോ. അത് കുറച്ച് സമയം അവിടെ ഇരിക്കും. ആ സമയം നമുക്ക് ഉലുവയും കടുകും കൂടി ഡ്രൈ ആയിട്ട് വറുത്ത് എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ആദ്യം ഉലുവ ഇട്ട് ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ കടുകും കൂടി ഇട്ട് അത് വറുത്തെടുക്കണം. അപ്പോൾ ഡ്രൈ ആയിരിക്കണം, ഒട്ടും എണ്ണ ഒന്നും ചേർക്കരുത്. അപ്പോൾ ഇതിനൊരു നല്ല സ്മെല്ല് വരും. അതുപോലെ തന്നെ ഉലുവയൊക്കെ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും, കടുകൊക്കെ ഇങ്ങനെ പൊട്ടുന്നത് നമുക്ക് കാണാം. ആ സമയത്ത് അത് മാറ്റി വെച്ച് തണുക്കുക. ഇനി നമുക്കൊരു പാനിലേക്ക് പാൻ ചൂടാകുമ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ. അതിനുശേഷം പച്ചമുളക് ഇട്ട് വഴറ്റി. ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞത് അതിൻ്റെ സ്കിൻ ഒരു വൈറ്റ് കളറായിട്ട് വരും, ചെറുതായിട്ട് ഇങ്ങനെ വാടുമ്പോൾ വൈറ്റ് കളർ വരും. ആ സമയത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് അമ്മ വഴറ്റി. അമ്മ പറയുന്നുണ്ട് നിങ്ങളോട് എല്ലാവരോടും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. ശരി. അപ്പോൾ ഇത് വാടി വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിരിക്കുക കേട്ടോ പപ്പായയിൽ. അപ്പോൾ അതനുസരിച്ച് പിന്നെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവുള്ളൂ. പിന്നെ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന പപ്പായയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞു. നല്ലോണം വാടി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കടുകും ഉലുവായും കൂടെ പൊടിച്ചത്, ഇത് ക്രഷ് ചെയ്ത് കേട്ടോ, അല്ലാണ്ട് ഫൈൻ പൗഡർ അല്ലേ, അത് ചേർക്കുക. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നല്ലോണം തണുത്ത് കഴിയുമ്പോൾ വിനാഗിരിയും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കപ്ലങ്ങ അല്ലെ പപ്പായ അച്ചാർ റെഡിയാണ്. വെള്ളക്കിട്ടതെന്നാണ് ഞങ്ങൾ പറയുന്നത്. തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. വേറെ ഒന്നും വേണ്ട, നമുക്കത് നനഞ്ഞ സ്പൂൺ ഇടരുതെന്ന് മാത്രം. നമുക്ക് എത്ര കാലം വേണമെങ്കിലും സാധനം ഇരുന്നോളും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും ഉപയോഗിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്.